എന്റെ ബോഡി ഇട്ടി കാണും. അതാ മണി അടിക്കണത്. ഇന്നലെ രാത്രി ഞാൻ കണ്ടതാച്ചോ. നിന്റെ ഭർത്താവിന് എന്ത് പറ്റി? എനിക്ക് അറിഞ്ഞൂടച്ചോ. ഇന്നലെ പാതിരാത്രിക്ക് വന്ന് കേറി മുതൽ ഈ പിച്ചും പേയും പറിച്ചില്ല. എന്നോടൊരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. ഒരുമാതിരി പ്രാന്തമാരെ പോലെ. എന്തോ കണ്ടേ? അച്ഛോ, അച്ഛൻ ഇന്നലെ പറഞ്ഞില്ലേ വരുമ്പോ കുറെ താമസിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ കുറെ വൈകിയാണ് ആഹാരം കൊണ്ടെന്ന് വെച്ചത്. മേശപ്പുറത്തുകൊണ്ട് ഫുഡ് വെച്ച് ഞാൻ ഡോറ് കൂട്ടി പുറത്തിറങ്ങി. അപ്പോ 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 സെമിത്തേരിലൊരനക്കം. ഞാൻ പേടിച്ച് വേറെ അങ്ങോട്ട് നോക്കി. അപ്പോ 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 എന്റെ പൊന്നു കപ്പേരെ പറഞ്ഞ തൊലക്ക് സെബാനോസ് 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 അന്തരീക്ഷത്തിലെ പൊങ്ങി എന്റെ അടുത്തേക്ക് വന്നു. കൂടെ ഒരു കൂടെ 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 ഒന്നല്ല ഒരു രണ്ട് കൂടെ കപ്പേരി പാവന്മാരുടെ പേര് പറയും. അവന്മാർ എന്റെ പേര് പറയും. ഞാനിതാരുടെ പേര് പറയും. ദൈവമേ, എന്റെ നമുക്ക് എല്ലാവർക്കും കൂടി കപ്പ്യാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഈ പൈതലിന് വിടുതൽ കൊടുക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുരക്തം കൊണ്ട് പവിത്രമാക്കണമേ. അമ്മച്ചയുടെ നേർച്ചോണ്ട് മാത്രം അച്ഛനായതാ. ഇതുവരെ ഒരു പണിയെടുത്ത് ജീവിച്ചിട്ടില്ല. ഒരു പണിയിട്ട് അറിയത്തുമില്ല. വേറെ അസുഖമാനാ. കൂമ്പെടുത്ത് കിളക്കാനും അറിയത്തില്ല. ഈ വേഷം കൊണ്ട് മാത്രമേ ഉള്ളൂ. പാവ പെട്ടുപോയതാ. പഞ്ചപാവ. എന്നെ എങ്ങനെയെങ്കിലും ഒരു തരണം പ്ലീസ്. ഒരു അയ്യോ പ്ലീസ്. യേശു മരിച്ച 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ലൂക്ക 24:7. നൈസ്. ക്ഷമിക്കണം കർത്താവേ, വേറെ വഴിയില്ല. കപ്പ്യാരെ, നീ അനുഗ്രഹിക്കപ്പെട്ടതായി. കപ്പ്യാര് കണ്ടത് സെബാനോസിന്റെ പ്രേതത്തെയാണോ അതോ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട സെബാനോസിനെയാണോ? അല്ലേ കപ്പ്യാരെ? അല്ലേ? പറ കപ്പ്യാരെ, പറ പറ. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട സെബാനോസിനല്ലേ കണ്ടത്? അല്ലേ? ഞാൻ കണ്ടതാ. ഞാൻ കണ്ടതാ. മാലാഖമാരുണ്ട് അല്ലേ? ഞാൻ മാത്രമേ കണ്ടുള്ളൂ. കൂടെ 2 മാലാഖമാരുണ്ട്. 2 മാലാഖമാരുണ്ടായിരുന്നു. ഞാൻ കണ്ടതാ. ഞാൻ പറഞ്ഞില്ല. 2 മാലാഖമാർ. ഞാൻ കണ്ടതാ. ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ പെഗ്ഗായിരിക്കും. ഇനിയിപ്പോ ഇടി വണ്ടി വരും. നമ്മുടെ നാട്ടുകാർ നല്ല ഇടി ഇടിക്കും. ചെല്ലി പോയി നോക്ക്. നീ പോയി നോക്ക്. നീ പോയി നോക്ക്. അന്ന് ഒരുമിച്ച് നോക്കവാ. ഞാൻ അപ്പുറത്ത് നോക്കിട്ട് വരാം.
ഓടിയിട്ട് കാര്യമില്ല, ചുറ്റും വളഞ്ഞു കാണും. ചത്താൽ ഒരുമിച്ച്, മരിച്ചാൽ ഒരുമിച്ച്. അപ്പൊ മരണം ഉറപ്പായല്ലേ? ഏകദേശം. എടാ മക്കളെ, നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളുടെ അപ്പനെ ഉയർത്തെഴുന്നേറ്റടാ. ആണടാ, ഞാനിപ്പോ എഴുന്നേൽപ്പിച്ചിട്ട് വരുന്നേ ഉള്ളൂ. വിശ്വസിക്കാൻ കഴിയുന്നില്ല സഭാനസ് ഉയർത്തെഴുന്നേറ്റെന്ന്. അല്പസ്വല്പം മദ്യമൊക്കെങ്കിലും പള്ളിയും വിശ്വാസമൊക്കെ ഉള്ള ആളല്ലേ? എനിക്കും തോന്നിയിട്ടുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആളാണെന്ന്. കർത്താവ് പൊന്നുതമ്പുരാനെ പോലെയാണല്ലോ സബാനോസിന്റെ മരണവും ഉയർപ്പും. എന്റെ ദൈവമേ, ശരിയാ. സെബാനോസ് വെള്ളിയാഴ്ച മരിക്കുന്നു, ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുന്നു. ഒരു ചായ സ്ട്രോങ്ലി. എന്നതാണോ എളി പറയണത്? നിങ്ങളൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നത്? ഉയർത്തെഴുന്നേറ്റ് പോലും, അതും സെബാനോസ്. ഈ പള്ളിയിലച്ചനെ പള്ളിയിൽ ആളെ കൂട്ടാൻ വേണ്ടി എന്ത് തോന്നിയ അതിന് കൊടപിടിക്കാൻ കപ്പേരും. അതൊക്കെ കേട്ട് വിശ്വസിക്കാൻ നിന്നെ പോലത്തെ കുറെ പോഴന്മാരുണ്ടെന്നാണ് പറഞ്ഞത്. ഈ കപ്പേരല്ലത് സെബാനോസ് ഉയർത്തെഴുന്നേറ്റത്. വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാ? താങ്കണ്ട ആരും കണ്ടിട്ടില്ല. ആ കുഴി ഒന്ന് തുറന്നു നോക്ക്, അപ്പൊ കാണാൻ സെബാനോസ് കിടക്കുന്നത്. എന്താ ശരിയല്ലേ? എടാ, നിങ്ങൾ എല്ലാവരും ആശാന്റെ പുറകെ ചെല്ലി കുഴിമാട് ആശാൻ തുറക്കും. നിങ്ങൾ കൂടെ നിന്നാ മതി. സത്യം, സോളനാശം വിജയിപ്പിക്കും. നമുക്ക് സോളനാശം താനും പറഞ്ഞ പറഞ്ഞു പോയനെ പോലെ ഇരിക്കേണ്. ഈ സോളവും പറഞ്ഞതിലും കാര്യമില്ലാതില്ല അല്ലേ? അതെ, അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, നല്ലത് തുറന്നാൻ പറ്റൂ. ഉയർത്തെഴുന്നേറ്റ് അച്ഛനും കപ്പയാർക്കും മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടണം. ഞങ്ങളെ ഒരുമാതിരി മണ്ടന്മാരല്ല, ഞങ്ങൾക്കൂടെ ബോധ്യപ്പെടും. അതെ, നിങ്ങൾ കള്ളും കുടിച്ച് വായി തോന്നുന്നു പറയാനുള്ള സ്ഥലമല്ല ഇത്. ഇത് വിശ്വാസികളുടെ കാര്യമാണ്. അതെ, അച്ഛൻ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, ഇക്കാര്യത്തിൽ ഞങ്ങൾ സോളവന്റെ കൂടെ. അല്ലെ കല്ലറ തുറന്ന് കാണിക്കേ, എന്നിട്ട് ഞങ്ങൾ വിശ്വസിക്കാം. നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. വിശ്വസിക്കേണ്ടവർ വിശ്വസിച്ചാൽ മതി. ആശാൻ ഉദ്ദേശിച്ചതല്ലട്ടാ. അച്ഛനൊരു ഉത്തരം വിട്ടപ്പോ കൊഞ്ഞനും കുത്തരുത്. ഈ കല്ലറ തുറന്നിരിക്കും, ആശാനത്ത് കുത്തി പൊളിക്കും. അത്ര അരിച്ചുവിട്ടു. അതെ, പള്ളിയിൽ മരിച്ച ഒരാളുടെ കല്ലറ തുറക്കണമെങ്കിൽ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ സഭയുടെ കാര്യം നോക്കിയാൽ മതി, മറ്റു നിയമവശങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സബാനോസിന്റെ പേര് പറഞ്ഞെങ്കിലും ഇത്രയും പേര് ഒരുമിച്ച് പള്ളി വിട്ടത് കൂടിയല്ലോ. അതിന് ഞാൻ സബാനോസിനോട് നന്ദി പറയുക. നിങ്ങൾ തൽക്കാലം പോകും, നമുക്ക് അടുത്ത പള്ളി മീറ്റിംഗിൽ തീരുമാനിക്കാം. ഇത് നടക്കാനൊന്നും കണ്ണുകളിൽ നിൽക്കണം.